അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ നല്ല ചൂടോടുള്ള നെയ്യപ്പമാണ് ഇപ്പോൾ നാണ്ട് പൊളിച്ച് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. നമ്മൾ 4 മണി പലഹാരമായിട്ടും നോമ്പ് തുറക്കാനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാനൊന്ന് ലിക്വിഡാക്കി എടുക്കുന്നുണ്ട്. നല്ലതുപോലെ എല്ലാ ശർക്കരയും ഉരുകി നമുക്ക് കിട്ടണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടിയും 2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം. മൈദ ഞാൻ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഒരു ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും പിന്നെ ബാക്കി നമ്മൾ ഈ ശർക്കര ഉരുക്കി വെച്ചിട്ടില്ലേ അതും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നല്ല ലൂസ് പരുവത്തിൽ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് നെയ്യപ്പം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ ഇപ്പം ഞാൻ കുഴച്ചിനേക്കാട്ടിയും ഇച്ചിരിയും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് ഇട്ട് വേണം മിക്സിയിലിടാൻ. കുറച്ച് വേണം മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മിക്സി അരയത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ ഇപ്പം തിക്ക് കൂടുതലാണെങ്കിൽ ഒരു ഇച്ചിരി ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ മധുരം കുറവാണെങ്കിൽ ശർക്കരപ്പാനിയും വീണ്ടും ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി പോലെ പിന്നെ ഒരു 4 ടീസ്പൂണോളം റവയുണ്ടല്ലോ നമ്മുടെ, അത് ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല. റവയും പിന്നെ ഒരു ഇച്ചിരി 2 ടീസ്പൂണോളം നെയ്യും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നല്ല ചൂടെണ്ണയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊഴിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മേൽഭാഗമെല്ലാം നമ്മുടെ പൂരി പൊങ്ങുന്ന കണക്ക് പൊങ്ങി വരും. അങ്ങനെ പെട്ടെന്ന് മറിക്കരുത്. പെട്ടെന്ന് മറിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ആ കളർ അതൊക്കെ ഒന്ന് ടേൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ കളറാക്കി വരുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് തിരിച്ചിടുക. വീണ്ടും അതുപോലെ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിടുക. അപ്പോഴത്തേക്ക് 2 സൈഡും നമ്മുടെ നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവത്തിനുള്ള നെയ്യപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.